ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിന്ന് തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റുള്ളൊരു ചീസ് ദോശ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. നല്ല അടിപൊളിയായിട്ട് സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ദോശയാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ചുവന്ന മുളകൊന്ന് ക്രഷ് ചെയ്തിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ചുവന്ന മുളക് തന്നെ ഇട്ട് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂണോളം ഇട്ട് കൊടുത്താൽ മതി. മുളകാണെങ്കിൽ 2-3 ഇട്ട് കൊടുത്താൽ മതി. ഇനി അതിലേക്ക് നമുക്ക് തോല് കളഞ്ഞിട്ടുള്ളൊരു ടൊമാറ്റോ ഇട്ട് കൊടുക്കുക, തക്കാളി. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കല്ലുപ്പ്, ഒരു 1/4 ടീസ്പൂൺ നമ്മൾ സാധാ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ കല്ലുപ്പാകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും, അതിനാണ് കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സിയിൽ ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് ചീസ് ദോശയ്ക്ക് ആവശ്യമായിട്ടുള്ള ദോശ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നല്ല ചൂടായി വന്നിട്ടുള്ള പാനിലേക്ക് കുറച്ച് വെള്ളം തെളിച്ച് കൊടുത്തിട്ട് നമ്മൾ അതിലേക്ക് ദോശ ഇടുന്നതാണെങ്കിൽ നന്നായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ദോശ കിട്ടുന്നതാണ്. ഇതിലേക്ക് നമ്മൾ സാധാരണ നമ്മൾ ഉഴുന്ന് ദോശയൊക്കെ ചുടുന്ന അതേ മാവ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് റൗണ്ടാക്കിയെടുക്കാം. ദോശയുടെ മുകൾ ഭാഗം ഒന്ന് നന്നായിട്ട് വെന്ത് അതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാല നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ഇതിലേക്ക് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും മസാല ആക്കി കൊടുത്തതിന് ശേഷം ഇതിന് മുകളിലേക്ക് നമുക്കൊരു ചീസ് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് ആക്കിയെടുക്കാം. ഇനി ഒരു 2 സൈഡും ഒന്ന് നന്നായിട്ടൊന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ദോശ റെഡിയായി. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ചീസ് ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ദോശയാണ്. നിങ്ങളെല്ലാം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ പിന്നെ കാണാം. ബൈ, താങ്ക് യു.